ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നൊരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ചേസസിന്, അതായത് നമ്മുടെ ഷാസിക്ക് എന്തെങ്കിലും രീതിക്ക് ബെൻഡ് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? കാരണം ഞാൻ ഈ ചോദിച്ചൊരു ചോദ്യം പലർക്കും മനസ്സിൽ ഡൗട്ട് വന്നിട്ടുള്ളതായിരിക്കും. അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വാഹനം നിങ്ങൾ സെക്കൻഡ് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ വാഹനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതായത് മെയിനായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കുറേ കാര്യങ്ങൾ, അതായത് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും, ടയറിൻ്റെ കണ്ടീഷൻ അറിയാൻ പറ്റും, എഞ്ചിൻ ഓയിലിൻ്റെ കാര്യം അറിയാൻ പറ്റും, എല്ലാം നമുക്ക് നോക്കി അറിയാൻ സാധിക്കും. പക്ഷേ ഈ വാഹനത്തിൻ്റെ ചേസസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അതായത് പ്രത്യക്ഷത്തിൽ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ചേസസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ പറ്റുമോ? ഒരു കാരണവശാലും അറിയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പെയിൻ്റൊക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡെൻറ്റിംഗ് ഒക്കെ ചെയ്ത് ലെവലാക്കി എടുത്തെന്ന് പറഞ്ഞാലും ചേസസിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വാഹനത്തിനെ ഒരുപാട് രീതിക്ക് അത് ബാധിക്കുന്നതായിരിക്കും. അതായത് വാഹനത്തിൻ്റെ ടയറിന് തേയ്മാനം വരും, സൈഡ് പുള്ളിങ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ വാഹനത്തിൻ്റെ റോളിങ്ങിനെ പോലും അത് റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വാഹനം സ്ട്രെയിറ്റ് പോകാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ക്യാമ്പർ കാര്യങ്ങളെല്ലാം നമ്മുടെ അലൈൻമെൻറ്റിനകത്ത് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിലാണ് ആ ടയർ നിൽക്കുന്നതെങ്കിൽ സ്മൂത്തായിട്ട് വാഹനം ഫ്രണ്ടിലോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ അതിലെന്തെങ്കിലും ഡിഫ്ലക്ഷനോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, അത് ചേസസിന് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന രീതി അല്ലെങ്കിൽ ആ പോകുന്ന രീതി പ്രോപ്പർ ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ആ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു വ്യക്തത നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം, ചില കേസൊന്നും നമുക്ക് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ ആ വാഹനം എങ്ങനെ ഓടിച്ചെന്ന് പറഞ്ഞാലും ഇതിനൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷേ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വാഹനത്തിൻ്റെ എല്ലാം ടയർ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുക. നമ്മുടെ ടയേഴ്സ് എല്ലാം കോമൺ ആണോ എന്ന് ആദ്യം നോക്കുക. അതായത് ഒരേ ടയേഴ്സ് തന്നെയാണോ എല്ലാം കിടക്കുന്നത് നോക്കുക. ഇനി അതല്ല, വേറെ ഏതെങ്കിലും ഒരു ടയർ മാറിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിക്ക് ടയേഴ്സിന് വെട്ടി തേയ്മാനം ഉണ്ടോ നോക്കുക. ഈ സൈഡോ സെൻറ്റർ പോർഷനോ അല്ലെങ്കിൽ ഇൻസൈഡ് പോർഷനോ, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ മൂന്ന് കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ടയറിന് അൺഈവനായിട്ടുള്ള വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അടിഭാഗത്തും കൂടെ നമുക്ക് നോക്കാൻ പറ്റുന്ന രീതിക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ചെറിയ എഡ്ജസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഗ്യാപ്പ്, ഓരോന്നിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് രണ്ട് സൈഡിലും, അതായത് വാഹനത്തിൻ്റെ രണ്ട് ഷോക്കിൻ്റെ ഗ്യാപ്പ്, ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ഗ്യാപ്പ്, ഇതൊക്കെ നമുക്ക് കൈവച്ച് നോക്കിയാൽ മതി. ഒരു മെഷറിംഗ് ടൂളും വേണ്ട. രണ്ട് സൈഡിലും കൂടെ കൈവച്ച് നോക്കുക. അതായത് റൈറ്റ് സൈഡോ ഇത് ലെഫ്റ്റ് സൈഡോ, ഈ രണ്ട് സൈഡും കൂടെ നിങ്ങൾ കൈവച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഐഡിയ, ഏതെങ്കിലും സ്ഥലത്ത് കൈ ഇടുന്ന സമയത്ത് ഇത് കയറാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അപ്പുറത്ത് സ്മൂത്തായിട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇത് ഷോക്കിൻ്റെ മാത്രം കാര്യമല്ല, എല്ലാം പോർഷൻ നമ്മൾ വാഹനം ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഹുഡ് തുറന്ന് നോക്കുക, ഡിക്കി തുറന്ന് നോക്കുക, ഡോർസ് എല്ലാം തുറന്ന് നോക്കുക, ഡോർസിൻ്റെ ഗ്യാപ്പ് നോക്കുക. ഈ ഡോറിൻ്റെയൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ഏതെങ്കിലും രീതിക്ക് ഇതിൻ്റെ പേസ്റ്റിങ് കളഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ പേസ്റ്റിങ് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോർ മാറിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഡോർ മാറിയെന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട കേസൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും രീതിക്ക് അതിൻ്റെ താഴത്തെ പോർഷനിലോ റണ്ണിങ് ബോർഡിലോ വല്ല പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ കൺഫേം ആക്കി എടുത്തോണം. ചേസസിൻ്റെ ബെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും.